ആഴത്തിൽ ആലോചിക്കുകയോ ചിന്തിക്കുകയോ എങ്ങനെ ചെയ്യും എന്നൊന്നും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇരുന്നുള്ള ചിരി കളി തമാശകളും ജയറാമേട്ടനും മണിയേട്ടനും ഒക്കെ പറയുന്ന തമാശ കഥകൾ കേൾക്കാനും അതൊക്കെയായിരുന്നു അതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ എന്ന് പറയാൻ. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ് ഒരു ഷൂട്ടിങ്ങിൽ ഇപ്പം നിൽക്കുന്ന ഒരു മീൻസ് ആൾക്കാരെ ആരെയൊക്കെയാണ് മിസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് മണിയേട്ടൻ ഉണ്ട്, സുകുമാരിയമ്മ നമ്മുടെ കൂടെ ഇല്ല, മയൂരി അന്ന് നമ്മുടെ കസിൻസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മയൂരി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും കാണുകയും കമ്മ്യൂണിക്കേറ്റും ചെയ്യാലോ. മണിച്ചേട്ടനും ജയറാമേട്ടനും ഓൾവേസ് ഫണ്ണാണ്, നമുക്കറിയാം. അതില് ഈ മനുഷ്യേച്ചൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിന്റെ ഇടയിൽ ചിരി നിർത്താൻ പറ്റാതെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ഈ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തമാശകളൊന്നും പറയില്ല. അപ്പോൾ എല്ലാവരും സീരിയസ് ആവും. ബാക്ക് ടു വർക്കാണ്. ബാക്കിയുള്ള ഇടവേളകളിലാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള. അന്നൊന്നും ഇന്നത്തെ കാലത്ത് പോലെ എല്ലാവരും ഷോട്ട് കഴിഞ്ഞാൽ കാരവനിലേക്ക് പോയി മാറിയിരിക്കുന്നത്. നമ്മളെല്ലാവരും മൊബൈലില്ല, എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടാണ് ഓരോ ഷോട്ടിൻ്റെ ഇടവേളയിൽ. ഞാനും ക്യാമറമാനൊക്കെ കുറച്ച് തിരക്കിലുണ്ടാവുക. ബാക്കി ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ തമാശകൾ പറയും. പ്രത്യേകിച്ചും മണിയും ജയറാമൊക്കെ ഉള്ള സെറ്റിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ മറവത്തൂർ കനവിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ നടന്നിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ നടക്കുന്ന ഫംഗ്ഷനിൽ ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു. അവരത് ഭയങ്കര വഴക്കിടുന്നതായിട്ട് അവസാനം അവർ അടിയുടെ വക്കത്തെത്തുന്നതിനേപ്പത്തേക്ക് ഇപ്പോൾ കുട്ടികളെല്ലാം പേടിച്ച്, ഓർമ്മയുണ്ട്, ഇവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി. കാരണം അവർ തമ്മിൽ ഇപ്പോൾ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവർ ആക്ട് ചെയ്തു ആ പ്രാങ്ക്. അവസാനമാണ് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാൻ, റൂമിലൊക്കെ പോകാമെന്നൊക്കെ പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അത് ബ്രേക്ക് ചെയ്തത്. അങ്ങനെ ഒരുപാട് പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഒരു എല്ലാവരും പറയുന്ന ഒരു ഫാമിലി വെക്കേഷനാണ്. സിയാദിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. ഈ കുട്ടികളോടൊപ്പം തന്നെ അവരെല്ലാം കളിച്ച് നടന്ന് ആഘോഷിച്ചു. ഞാനൊരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സ്ട്രെസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു റിലാക്സ് ആയിട്ട് ചെയ്ത സിനിമയാണ്. ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വിഷ്വൽസിനകത്ത് അതിൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്നത് അതൊക്കെ നമ്മളെ നമ്മുടെ ഉള്ള ആംബിയൻസ് നമ്മളെ വല്ലാതെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഒട്ടും ടെൻഷനായിട്ടില്ല. ഞാൻ ചെയ്ത മറ്റു സിനിമകളെ പോലെ ഒരു ഭയങ്കര പിരിമുറുക്കമുള്ള സീനുകളൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തതാണ്. എൻ്റെ ആ ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂംസ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിൻ്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. നല്ല ഓർമ്മകൾ തന്നെയാണ്. അതിൻ്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അതിനുള്ളൊരു തിരിച്ചറിവൊന്നും എനിക്ക് ഇല്ലായിരുന്നു സത്യത്തിൽ. അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിരിസാറിനോടും രഞ്ജേട്ടനോടും നന്ദി പറയാനുള്ളത്. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. അത് ഇതിൽ ഇപ്പോൾ അഭിരാമിയും ആമിയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രണയം, ആഴത്തിലുള്ളൊരു പ്രണയമുണ്ട്. അതേപോലെ അഭിരാമിയും ഡെന്നിസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. രവിശങ്കറും ഡെന്നിസും തമ്മിലുള്ള സൗഹൃദമുണ്ട്. അപ്പം അങ്ങനെ പല ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയുക, ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാതെ അത്രയും ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിരിസാറിൻ്റെയും രഞ്ജേട്ടൻ്റെയും ഒരു കൺവിക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് സിരിസാറിനും രഞ്ജേട്ടനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റാണ്. എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയും കൂടിയായി അത് കമേഴ്ഷ്യലി വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ ഈ കഥാപാത്രത്തിന്റെ ഞാൻ അറിഞ്ഞഭിനയിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ സിനിമയെ കുറിച്ച്. വീണു വീഴാൻ പറഞ്ഞു വീണു.
അന്ന് വീണു കയ്യൊക്കെ പറഞ്ഞോളൂ അല്ലേ. അതിന് തൊട്ട് മുമ്പാണ് ദയ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഷെഡ്യൂളോ അതോ അതിനു വേണ്ടി കുതിരയോട്ടം പഠിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് കൃത്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് കാരണം ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നൊരു പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുതിര ഇങ്ങനെ ഫ്രണ്ടിലെ കാല് പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിലേക്ക് വീഴും. അപ്പൊ അന്ന് സേഫ്റ്റി ഒന്നും നോക്കിയില്ല, കുറച്ച് പുല്ലെന്ത് വിട്ടിരുന്നു തോന്നുന്നു. അത് അതുപോലും ആലോചിച്ചിട്ടില്ലായിരുന്നു. അന്ന് ചാടാൻ പറഞ്ഞു ചാടി, വീഴാൻ പറഞ്ഞു വീണു. അന്ന് അറിവില്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും അതിനെന്താ സേഫ്റ്റി എന്നുള്ളതെങ്കിലും ഞാനൊന്ന് നോക്കുമായിരുന്നു. അതൊന്നും അന്ന് ചിന്തിച്ചില്ല. അമിതാവേശം. കീപ്പ് ചെയ്തിരുന്നു. ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് 2 സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഈ മഞ്ജുവിനെ താലി കെട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് മനസ്സിൽ മാറി വേറൊരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ചൊരു 5-10 മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും കൂടെ മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു സീനൂടെ ഉണ്ടായിരുന്നു. ലാലിൻ്റെ ഒരു പ്രസൻസുള്ള ഒരു സീനുണ്ടായിരുന്നു. ഇവർ രണ്ടും കൂടെ ഒരു ബെഞ്ചിൽ. പക്ഷെ തിയേറ്ററിലെത്തി സിയാദ് ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചെന്നൈയിലാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടോ ഇദ്ദേഹത്തിന് തന്നെ തിയേറ്ററിലും മൈമുള്ളത് കണ്ടിട്ട് പറഞ്ഞത് ഇത് ആ 2 സീനിൻ്റെ ആവശ്യമില്ല. ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. കാരണം ലാല് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരോട് ഇരിക്കാൻ ഇത്രയും വലിയ ലെങ്തി സീൻ എൻ്റെ ഇടയിൽ നിൽക്കില്ല. നിങ്ങളുടെ തിയേറ്ററിൽ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നോക്കും. കാരണം ഈ താലി കെട്ടി ബോധം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തിരിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു ജമ്പ് ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് അതുകൊണ്ട് ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കണം. കട്ട് ചെയ്ത് കണ്ട് അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ആൾക്കാർക്ക് പ്രശ്നം എഴുതിയേക്കുന്നത്. അത് മണി മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷെ ഞാനത് ടേക്കിൽ മാത്രമാണ് കാണുന്നത്. റിഹേഴ്സൽ മണി അത് ചെയ്തില്ല. അങ്ങനെ ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ മറ്റേ ജലന്ധറിൻ്റെ സ്പെല്ലിങ് പറയുന്നത് ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഴയ സിനിമയുടെ ആ മൂഡിൽ തന്നെ ചെയ്യാൻ ഇപ്പോൾ AI സഹായമുണ്ട്. ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ സസ്പെൻസിന്റെ ഒരു അവസാനം അതൊന്ന് മാറി ഇപ്പൊ പുതിയതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്കൊരു ആകാംക്ഷ ജനിക്കാനായിട്ടും ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പൂച്ച പിടിച്ചിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ വിരലിലെ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ സിനിമയിൽ തന്നെ 2 പേരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മയൂരിയിലും രസിക എന്ന് പറയുന്നത് അവരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യം അതാണ്. അത് ആ ഒരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഒരുപാട് ലൊക്കേഷനിലാണ് പാട്ട്, ഒരുപാട് ലൊക്കേഷനുകളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ല അധികം ഇവരൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്തിനാണ് അധികം ടേക്ക്? അല്ല ഇത് നമ്മൾ റിഹേഴ്സൽസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞൊക്കെ ചെയ്യണം. മഞ്ജു ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ആടിപ്പാടുന്നുണ്ട്. പിന്നെ ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്ന ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട്. അന്നൊന്നും ഈ പറയുന്ന പോലെ ബുദ്ധി കുറവായതുകൊണ്ട് പേടിയില്ല. എല്ലാം ഊട്ടിയിലാണ്. എല്ലാം ഞങ്ങൾ ഊട്ടിയിലെ എൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്തത്. പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ അഭിനയിച്ചൊരു സിനിമ ഇരുന്ന് കാണാന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ചമ്മലുള്ള കാര്യമാണ്. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ എൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കാറൊന്നുമില്ല. മലയാളികൾ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ഡയറക്ടറാണ് സിബി സാറ്. അപ്പോൾ ആ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച് വന്നപ്പോൾ ഇമോഷണലി എന്തോരം പ്രിപ്പയർ ആയിരുന്നു. കാരണം നമുക്ക് ചേച്ചിയുടെ ഇൻട്രോ തന്നെ ഭയങ്കര ഡൗൺ ആണ്. പിന്നെ നിരഞ്ജൻ്റെ എൻട്രിയോടെ ചേച്ചി പിന്നെയും ഇമോഷണലി ആവും. അപ്പോൾ അതിനെന്തോരം പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ പൂർണ്ണമായിട്ടും
ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരാൻ സിരി സാറും ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ രഞ്ജേട്ടനും ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അതിപ്പോഴും ചെയ്യാറില്ല. പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വെക്കേഷൻ മൂവി ഓഫ് മലയാളം സിനിമ എന്ന് തന്നെ പറയാം. ഈ സിനിമയുടെ ഭാഗമായിട്ട് എങ്ങനെയാണെന്ന് പറയാം. അന്ന് തീരെ ചെറുതായിരുന്നു, ഓർക്കുന്നില്ല എന്നാണ്. സാറിന് പറയാൻ സാധിക്കായിരിക്കും അവരെങ്ങനെയാണ് ഭാഗമായത്. മൂവി ടൈം ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പം ആ ഒരു ചെറിയ വയസ്സിലായത് ആ മെമ്മറിയിൽ പറയാനുള്ളത് ഫുൾ ഞങ്ങൾക്ക് ടൈം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. അത്രയും ഫുൾ ജോലിയോടെ പെട്ടെന്നായിരുന്നു എല്ലാം. കയ്യിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഒരു 50 ദിവസത്തേക്ക് പോരെ, കാറ് വിളിച്ച് പോരെ എന്നാ പറഞ്ഞ്. അപ്പോൾ ഏത് മൂവിയാണെന്നോ ഒന്നും അവിടെ ചോദിക്കാനൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം എക്സാം കഴിഞ്ഞു, 1 വീക്ക് ആയുള്ളൂ. എൻ്റെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള കുട്ടികളായിട്ട് കളിക്കുക, ഇതൊക്കെയല്ലേ. അപ്പോൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ നടക്കൂലല്ലോ. പക്ഷെ ഇത് ഇത്രയും വലിയൊരു എക്സ്പ്രഷൻ മൂഡിലേക്കാണ് പോണേന്ന് അപ്പം അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ പോയി ഏർലി മോർണിംഗ് എത്തി ഊട്ടിയിൽ. റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? എങ്ങനെ റിയൽ ലൈഫിലെ കസിൻസിന്റെ അങ്ങനെയോ? ഇല്ല കസിൻസ് ഉണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. Okay, so I think with that we can